ഈ ഒരു കുളത്തിലുണ്ടായിരുന്ന എണ്ണ ചേഞ്ച് ആക്കി ഈ ഒരു കുളത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കിൻ ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടൊരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ള ഒരു സാധനമാണ്. അതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമ്മുടെ ലെമൺ ജ്യൂസ് ആണ്. ലെമൺ ജ്യൂസ് സ്യൂട്ട് ആവാത്തവർക്ക് വേണമെങ്കിൽ ഹണി എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ കേർഡാണ്. അതുകൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ടൊന്ന് ഡ്രൈ ആയ ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു സ്ക്രബായിട്ട് കൂടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലതായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വേണമെങ്കിൽ വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. വീക്ക്ലി 2 ടൈംസ് വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും കേട്ടോ. നമ്മുടെ പിഗ്മെന്റേഷനും സൺടാനൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ബ്രൈറ്റനിങ് തരുവേ. ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടും, ചെറുതായിട്ടുള്ള ബ്രൈറ്റനിങ് കിട്ടും. പക്ഷെ അത് പെർമനന്റ് അല്ല കേട്ടോ. ബട്ട് ഈ സെയിം സാധനം കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ നല്ല ബ്രൈറ്റനിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടുവേ. അതിന് ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫേസ് മാസ്ക് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീണ്ടും പറയാണ്, ലെമൺ ചേരാത്തവർ അത് യൂസ് ചെയ്യരുത്. വെറുതെ പണി വാങ്ങിച്ച് കെട്ടണ്ട. അതിന് പകരമായിട്ട് ഹണിയോ അലവേര ജെല്ലോ പൊട്ടറ്റോ ജ്യൂസ് ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ.